ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മുടെ ബേബി മിക്സാണ് കേട്ടോ. സെർലാക്കൊക്കെ ഇല്ലേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ സെർലാക്ക് നമുക്ക് അതേ ടേസ്റ്റ് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെറിയ ഒരു 200 ഗ്രാമിനൊക്കെ ആയാലും നല്ല റേറ്റാണ് കേട്ടോ വരുന്നത്. എന്നാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൗഡർ നമുക്ക് കിട്ടും. പാക്ക് വാങ്ങുന്നതൊക്കെ ഭയങ്കര നഷ്ടമാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഒരു 7 മാസം കഴിഞ്ഞ കുട്ടികൾക്കായാലും 1 വയസ്സ് കഴിഞ്ഞിട്ടായാലും ഒക്കെ കൊടുക്കാം കേട്ടോ. നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ഇല്ലേ, അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 250 ഗ്രാമിൻ്റെ കടലപ്പരിപ്പ്, അതുപോലെ ചെറുപയർ പരിപ്പ്, ചെറുപയർ ഇത് 4 ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ. നിങ്ങൾക്ക് 150 ഗ്രാമാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്ര ചേർത്താൽ മതി. ഞാനിത് അത്യാവശ്യം പൊടി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിനി 100 ഗ്രാം എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് ചേർക്കുന്ന എല്ലാതും 100 ഗ്രാം വെച്ചിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോഴും അത്യാവശ്യം പൗഡർ ഉണ്ടാവും. ഞാൻ ഇതെൻ്റെ മോനക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം കരുതുന്നത്. അതുപോലെ തന്നെ 250 ഗ്രാമിൻ്റെ രാഗി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മാളുന്ന് 250 ഗ്രാമിൻ്റെ പേക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന് മുന്നൊക്കെ ഞാൻ 150 ഗ്രാം 100 ഗ്രാമൊക്കെ ഓരോ ഏരിയയിൽ പോയിട്ട് അളന്നെടുത്തിട്ട് പേക്കാക്കിയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനത്തെ പേക്ക് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ 250 ഗ്രാം പേക്ക് തന്നെ വാങ്ങിയതാട്ടോ. പിന്നെ അതുപോലെ കമ്പുണ്ടല്ലോ, കമ്പം അതിൻ്റെ പേക്കാണ്, കമ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ മോന് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ പൊടി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുന്നേ 2 പ്രാവശ്യം ഞാൻ കമ്പം ചേർത്തിട്ടില്ല കേട്ടോ. കമ്പം അന്ന് എനിക്ക് കിട്ടിയില്ല. കമ്പം കിട്ടിയപ്പോൾ ചേർത്ത്. അതുപോലെ ഞാനിപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര ചേർക്കണം എന്നുള്ളത്. 500 ചേർക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ നമ്മളെ പൗഡറിന്. നല്ലതല്ലേ, നമ്മളെ മക്കൾക്കായാലും എല്ലാവർക്കായാലും ഹെൽത്തിന് നല്ലതാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കണത്. പിന്നെ ഞാൻ ബദം, പിസ്ത അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മിക്സഡ് ഫ്രൂട്ട്സ് വാങ്ങുക ചെയ്തത്. അതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്നുണ്ട്, ബദാമും പിസ്തയൊക്കെ. അപ്പോൾ 100 ഗ്രാം എല്ലാം കൂടി ഞാൻ വാങ്ങി. അത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ വേറൊരു സംഭവം വരുന്നുണ്ട്, ഒരു ഡ്രൈ ഫ്രൂട്ട്, അത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ. പിന്നെ ഇതൊക്കെ കൂടി കഴുകി 3-4 തവണ കഴുകിയിട്ട് ഓട്ടയുള്ള പാത്രമില്ലേ അതിലോട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് ഇനി നന്നായിട്ട് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വെക്കാം. പിന്നെ ഞാൻ ഈ കടല ഉണ്ടല്ലോ, നമ്മളെ നിലക്കടല, അത് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. കാരണം വറക്കുന്ന സമയത്ത് അത്യാവശ്യം ടൈം എടുത്തിട്ട് വറക്കണം. നിലക്കടല എന്നുണ്ടെങ്കിൽ പച്ച ചോയ ഉണ്ടാവും. അപ്പോൾ ഞാനത് വേറെ കഴുകിയിട്ട് വെക്കുകയാണേ. അതുപോലെ തന്നെ വറുത്തെടുക്കുന്ന ഇതുപോലെ അടി കട്ടിയുള്ളൊരു ചെമ്പട്ടി എടുക്കാം കേട്ടോ. ഇതിലാവുമ്പോൾ വറക്കാൻ സുഖമാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിലക്കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് വറുക്കുന്ന ടൈമിൽ ഈ നിലക്കടല ഒന്നും വെന്ത് കിട്ടൂല. നമ്മളെ മക്കൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ ഒരുപാട് തവണ വയറ്റിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യും. ഡൈജഷൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ വേവാതെ പൊടിയിൽ ഇത് കിടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഇത് വറുക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വറുക്കുക. അത് അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 1/2 മണിക്കൂറോളം അത്യാവശ്യം നല്ല ചൂട് തന്നെ വറുത്തെടുത്താൽ മതി. കണ്ടോ, അങ്ങനെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് തോല് കളഞ്ഞിട്ടും ചേർക്കാം, തോല് കളയാതെയും ചേർക്കാം കേട്ടോ. തോല് കളയാണ് നല്ലത്. കയ്യിലിട്ട് അരുതി ഒന്ന് ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോല് പോയിക്കോളും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിളക്കാൻ നല്ല ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 2 ബാച്ചായിട്ടാട്ടോ ഞാൻ അപ്പോൾ ഇത് വറക്കുന്നത്. കുറച്ച് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തേ. അപ്പോൾ എല്ലാം കൂടി ഇടുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പം കുറേശ്ശെ ആകുമ്പോൾ നല്ലോണം കത്തിച്ചിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുകയാണ്. നേരെ ചൂടിൽ കണലിലൊക്കെ വെച്ച് വറക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. നന്നായിട്ട് ശ്രദ്ധ ചെയ്യണം കേട്ടോ. അത് വറക്കണ നേരത്ത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ലാസ്റ്റ് ഈ പൊടി വിരകി കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നല്ലോണം കരിഞ്ഞ ചോയ ഉണ്ടാവും. അപ്പോൾ നല്ല ശ്രദ്ധ ചെയ്യണം. ചൂട് ഏറുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാലും മതി. പിന്നെ ഞാനിതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് മിക്സ് ആക്കിയില്ലേ,
എല്ലാതും കൂടി മിക്സാക്കിയിട്ട് കഴുകിയില്ലേ, അതിൽ കടല ഞാൻ മാറ്റി വെച്ചില്ലേ വേറെ സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ രാഗി അതിൽ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. രാഗിയും അതുപോലെ സെപ്പറേറ്റ് കഴുകിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്താൽ മതി. കാരണം ഇങ്ങനെ വറുക്കണ സമയത്ത് രാഗി വേഗം കരിയുന്നുണ്ട്. കരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഗി ഒരു ചെറുതല്ലേ, അപ്പോൾ അത് വേഗം വറന്ന് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്, അപ്പോൾ അത് കരിയാൻ ഇച്ചിരി ചാൻസ് കൂടുതൽ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോനക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും രാഗി എടുത്തിട്ടില്ല, രാഗി ചേർത്തിട്ടില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചേർക്കാത്ത പല സാധനങ്ങളും ഇപ്രാവശ്യം ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധം പറ്റിയെന്നല്ല, നല്ലോണം കരിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ശ്രദ്ധ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രാഗിയും അതുപോലെ സെപ്പറേറ്റ് ഇളക്കിയിട്ട് വറുത്തിട്ട് എടുത്താൽ മതി, അത് കുറച്ചും കൂടി ഒരു ഹെൽപ്ഫുൾ ആവട്ടാ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചത് അതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വറന്ന് വരുമ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സൗണ്ട് മാറ്റം വരും, പൊട്ടിത്തെറിക്കണ മാതിരി അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും, നല്ലോണം സൗണ്ട് മാറ്റം വരും. അപ്പോൾ ഞാൻ 2 ബാച്ച് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പാക്ക് ഓട്സ് ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. 1 പാക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 പാക്ക് ചേർക്കാം, 2 പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പാക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിലാണ്. അവൽ എത്രയെന്നുള്ളത് അറിയില്ല, ഈ ക്വാണ്ടിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് ഹസ്ബൻഡ് പിന്നെ വാങ്ങുക ചെയ്തത്, അതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു തരാൻ അറിയില്ല, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അവൽ ഞാൻ ഇട്ടിട്ട് ഒരു 3-4 തവണ ഇളക്കി. അവൽ ചൂട് പിടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ രാഗിനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെയാണ് ഓട്സ് ഒന്ന് ചൂടായാൽ മതി, ഒത്തിരി ഇട്ട് ഒന്നും വേണ്ട. അപ്പോൾ ഈ അവൽ ഒന്ന് ചൂടാവണമല്ലോ, അപ്പോൾ ഞാൻ അവലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഓട്സ് ഇട്ടുങ്ങാണ്ട് ജസ്റ്റ് മിക്സ് ചെയ്തുങ്ങാണ്ട് വേഗം എടുക്കുക കേട്ടോ. ഈ ഓട്സ് കുറേ നേരം ഒരിക്കലും ഇട്ട് ഇളക്കി ഉണ്ടാക്കരുതേ, ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഓട്സ് ഇട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തട്ടിലേക്ക് മാറ്റിയിട്ട് ഇത് ചൂടാറാൻ വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഓരോ ബാച്ചസ് ആയിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ കടലുള്ളതുകൊണ്ട് ഒരു നനവ് മാതിരി വരും പൊടിക്കും, പക്ഷേ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. പൊടി നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണേ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പൊടി വേഗം കേട് വന്നു പോവും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നിലക്കടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഇത് പൊടിച്ച് വരുമ്പോൾ ഒരു നനവ് പോലെ ഉണ്ടാവും നമ്മളെ പൊടിക്ക്. അതുകൊണ്ട് തന്നെ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇങ്ങനെ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസത്തേക്കൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ. മോന് ഒരു നേരം രാവിലെയാണ് ഞാനിത് വിരകി കൊടുക്കാറുള്ളത്. ചില ടൈമിൽ ഞാൻ ഈ പൊടി അവന് കഞ്ഞി വെക്കുമ്പോൾ ആ കഞ്ഞിയിൽ 1-2 സ്പൂൺ ഈ പൊടി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അവന് കഞ്ഞി കൊടുക്കാറ് വെജിറ്റബിൾസ് ഇട്ടിട്ടാണ്, ചെറുപയർ, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടാണ് അവന് കഞ്ഞി വെക്കാറുള്ളത്. എപ്പോഴെങ്കിലൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിലരിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൽക്കണ്ടം കൂടി ചേർത്ത് പൊടിക്കാറുണ്ട്, അപ്പോൾ അതിൽ എക്സ്ട്രാ ഒരു മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ കൽക്കണ്ടം ചേർക്കാറില്ല, കാരണം കഞ്ഞിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മധുരം ആവുമല്ലോ. അപ്പം മധുരം ചേർക്കാതെ ഈ പൊടി ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് കൽക്കണ്ട വേണമെങ്കിൽ അങ്ങനെ, ചക്കര വേണമെങ്കിൽ അങ്ങനെ, ഏത് ടേസ്റ്റ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും മക്കൾക്ക്. എപ്പോഴും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടുത്ത് പോയിരിക്കും. അപ്പോൾ ഓരോ ടേസ്റ്റ് മാറ്റിയിട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ വിരകാണ് കേട്ടോ. ഞാൻ നന്നായി പൊടിച്ചെടുത്തതിൻ്റെ ശേഷം 2 സ്പൂൺ എടുക്കുന്നുണ്ട്. 2 സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല, 1.5 സ്പൂണൊക്കെ എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് കട്ട കുത്താതെ ലേശം വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ കുട്ടിക്ക് കൽക്കണ്ട ചക്കര ഏതാ ഇടുന്നത് വെച്ചാൽ അത് ഈ ടൈമിൽ ഇടുക, അല്ലെ പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയിട്ട് വേവിച്ച് കൊടുക്കുക. ചിലരിത് നല്ല ചുടുവെള്ളം ഒഴിച്ച് മിക്സാക്കിയിട്ട് വേവിക്കാതെ കൊടുക്കാറുണ്ട്. അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ വറുത്തെടുത്തല്ലേ. പക്ഷെ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടാട്ടോ കൊടുക്കാറ്. ഒന്നും കൂടി ഇതിൽ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കി തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ കുട്ടിക്ക് കൊടുക്കാറുള്ളത്. ഞാൻ ചുടുവെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ.
ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പാല് അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള പൊടിയാണെന്ന് വരകിയതിന് ശേഷം നമ്മളൊന്ന് കഴിച്ച് നോക്കിയാൽ മതി. ഇത് വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ, ആ സ്മെല്ലിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നല്ല ടേസ്റ്റുള്ള പൊടിയാണ്, ഒരു മക്കളും കഴിക്കാണ്ടിരിക്കില്ല കേട്ടോ. ഒന്നും കഴിക്കാത്ത എൻ്റെ മോൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പ് പറയുന്നത് കേട്ടോ. നല്ല കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും എങ്ങനെയായാലും ഇഷ്ടമാവും. കുട്ടികൾ വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ, വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലതാണ്. കാരണം ഇത്രയും നട്ട്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ഫുഡിലിട്ടാലും അവരുടെ വയറ്റിലേക്ക് എത്തൂല. ഈ ഒരു രീതിയിലാവുമ്പോൾ ഒരു നേരത്തെ ഫുഡിൽ അവരുടെ ശരീരത്തിന് വേണ്ട അത്യാവശ്യം നട്ട്സും കാര്യങ്ങളും അവർക്ക് ശരീരത്തിലേക്ക് എത്തും. പിന്നെ ഇത് ഞാൻ കഞ്ഞി വെക്കുമ്പോൾ ചില ദിവസം 1-2 സ്പൂണ് ആ കഞ്ഞിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അരി ഒന്ന് വെന്തതിന് ശേഷം 1-2 പാതി വേവ് ആയതിന് ശേഷം ഈ പൊടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കും കേട്ടോ. ചിലർ ഇതിൽ കൽക്കണ്ടം ചക്കരയും ചേർത്ത് പൊടിക്കുന്നവരുണ്ട്. അങ്ങനെയെന്നുണ്ടെങ്കിൽ പിന്നെ വിരകുന്ന സമയത്ത് എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയിലിട്ട് വേവിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. പിന്നെ ചക്കര ഇട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നനവ് വരും, കട്ട കുത്തിയമായിരിക്കും പൊടി, അപ്പോൾ അത് റിസ്ക്കാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ വിരകിയതിൻ്റെ ശേഷം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മളെ പൊടി കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഇത് മക്കളും കഴിച്ചോളും. അപ്പോൾ ട്രൈ ചെയ്യുക എല്ലാവരും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നല്ല ഫുഡാണ്, മാറ്റിമറിച്ചും നിങ്ങൾക്ക് പറ്റുന്ന ടേസ്റ്റിലൊക്കെ മാറ്റിമറിച്ചും മക്കൾക്ക് കൊടുത്തു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.